എനിക്ക് പേടിയായിരുന്നു. ഞാൻ ദാസൻ ഇത് ദാസനല്ല, ആരോ ഇത് ഫേസ്ബുക്കിലിട്ട്. അപ്പൊ മിഥുന്റെ ഒരു സാധനം അതെനിക്കറിയായിരുന്നു. മിഥുന് നമ്മള് നന്ദി എന്നുവെച്ചാല് പുള്ളി നമ്മുടെ സ്ക്രിപ്റ്റ് വായിച്ച് അഭിപ്രായം പറയുകയും കുറച്ച് തിരുത്തലുകളൊക്കെ പറഞ്ഞ് അങ്ങനെ മിഥുന്റെ ഒരു ഇത് കാണുമെന്ന് അറിയായിരുന്നു. അപ്പൊ എന്നോട് ഇവൻ പറഞ്ഞു, ഒരു സൂചിപ്പിച്ചായിരുന്നു, സഹിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പരിപാടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്ത് പരിപാടിയാന്നുള്ളത് അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് താങ്ക്സ് കാർഡില് അറിഞ്ഞില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പക്ഷെ റിലീസ് മുമ്പ് പറഞ്ഞു ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഇവര് ഫോട്ടോ എടുത്തിട്ട്. അപ്പൊ ഇത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു, ഞാനും തോമസ് ഏട്ടനും നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൽമാനും ഇവനുള്ള ദാസനുള്ള ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, എടാ ഇത് പണിയാവില്ലേ, അത് സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന ഇതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇതിട്ടു. ഈ 3 പേരും ഇതിന് റെസ്പോണ്ട് ചെയ്തില്ല. അന്ന് ഒന്നില്ലെങ്കിൽ കുഴപ്പമില്ല ചേട്ടാ, അത് ഓക്കെ ആണെന്ന് പറയണ്ടേ. ഇത് ഇവര് കണ്ടിട്ടില്ലാത്ത പോലെ, ആ വോയിസ് മെസ്സേജ് കേൾക്കാത്ത പോലെ ഇത്. ഞാൻ പക്ഷേ ഇൻഫോ എടുത്ത് നോക്കിയപ്പോൾ കേട്ടിട്ടുണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് തിയേറ്ററിലെത്തി. അപ്പൊ പിന്നെ ഞാനത് വിട്ടു. തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ആക്ച്വലി ചിരിയാണ് വരുന്നത്. അപ്പൊ സമാധാനമായി. അതായിരുന്നു ഉദ്ദേശം. പക്ഷെ അത് ഫിഗർ കറക്റ്റ് കേട്ടോ, 150 എണ്ണം കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇത്രയും സിനിമകൾ ചെയ്തു. അപ്പൊ ഇതില് ഈ ട്രിവാൻഡ്രം ലോഡ്ജിനാണ് ഒരു കോമഡി റോൾ ഒരു ഷിഫ്റ്റ് വന്നത്. പിന്നെ അതിൽ നിന്നാണ് പിന്നെ കോമഡി റോഡ്, പിന്നെ അറക്കിൽ അബു, ഒരുപാട് ക്യാരക്ടേഴ്സ്, പിന്നെ കോമഡി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കോമഡി സൈഡ് ആരാണ് ആക്ച്വലി ഡിസ്കവർ ചെയ്യുന്ന ആരാണ് ചോദിച്ചിട്ടുണ്ട്? അത് VKP അനൂപ് കൂടെ. അത് എങ്ങനെ അവർക്ക് ധൈര്യം തോന്നിയെന്നറിയില്ല. അത് ഭയങ്കര, ഞാൻ അതുവരെ നമ്മൾ കാണുന്ന സൈജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരനും ദുഷ്ടനുമായിട്ടുള്ള ഒരു വില്ലൻ പരിപാടിയായിരുന്നു. ഞാൻ ആക്ച്വലി വില്ലനായിട്ട് ഹലോ, ബാബ കല്യാണി, മുല്ല, ഈ 3 പടത്തില് അതുവരെ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ആൾക്കാർ എന്നോട് പറയും വില്ലനായിട്ട് ഒരുപാട് പടം ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ ആക്ച്വലി 3 പടം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ മേജർ സ്റ്റാർസിന്റെ പടമായത് കാരണം അതൊക്കെയാണെന്ന് തോന്നുന്നു ആൾക്കാർ എന്റെ സിനിമ കണ്ടിരിക്കുന്നത്. അതെ, റീച്ച് ആയത്. അപ്പം അതുകൊണ്ട് ആൾക്കാരെ അങ്ങനെ വിചാരിച്ചാണ്. ബട്ട് അതാണ്, വെരി താങ്ക്ഫുൾ